നമ്മളിപ്പോൾ നിൽക്കുന്നത് മീനാക്ഷി പാലത്തിൻ്റെ മുകളിലാണ്. അതിൻ്റെ അപ്പുറത്തെ വശത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് കാണാം ആ മല അതുപോലെ വന്ന് ഈ താഴേക്ക് പതിക്കുകയായിരുന്നു. മണ്ണിട്ട ഭാഗമായിരുന്നു. ആ മണ്ണിട്ട ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇപ്പോൾ വീണ ഭാഗങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ മണ്ണ് നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. JCBയും ലോറിയും ഉപയോഗിച്ചിട്ടുള്ള നീക്കമാണ് ആരംഭിക്കുന്നത്. പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പാലത്തിൻ്റെ കുറച്ചപ്പുറം വരെ മാത്രമാണ് ബസ് സർവീസ് ഉള്ളത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ജീപ്പ് ഉപയോഗിച്ചാണ് ഈ ചൂരൽമല ഭാഗത്തേക്ക് ഇപ്പോൾ ആളുകൾ കടന്നു പോകുന്നത്. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള താൽക്കാലിക KSRTC സർവീസും സ്കൂൾ ബസ്സുകളും മാത്രമാണ് ഇപ്പോൾ ഒരു വലിയ വാഹനം എന്ന രീതിയിൽ ഈ പാലത്തിനപ്പുറത്തേക്ക് കടക്കുന്നത്. ഏതായാലും മണ്ണ് നീക്കം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എത്രത്തോളം ഭീകരമായൊരു സംഭവമാണെന്നുള്ളതാണ്. കാരണം ഈ മണ്ണ് നീക്കം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സംഘം ഇത്തരത്തിൽ ഈ മാധ്യമ സംഘം ഈ മീനാക്ഷി പാലത്തിനപ്പുറത്തേക്ക് കടക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ഭീകരമായൊരു ദൃശ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ഏതായാലും മണ്ണ് നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദുരന്തം. കാരണം അത്രയും സീൽ ചെയ്തിരിക്കുന്ന സിമൻ്റ് അടങ്ങിയ മണ്ണാണ് ഇപ്പോൾ താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എഞ്ചിനീയർമാരുടെ ഭാഗത്തു നിന്നുള്ള സംഘങ്ങളൊക്കെ തന്നെയും ഇവിടെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ ടെൻറ്റും അവർ താമസിച്ചിരുന്ന ആ കണ്ടെയ്നർ ടെൻറ്റുകളൊക്കെ തന്നെയും നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മണ്ണ് എത്രത്തോളം താഴേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതും സാധിക്കും. നമുക്ക് നല്ല വഴുക്കുണ്ട്. അത്തരത്തിൽ ഇപ്പോഴും ചെളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മൺതിട്ടകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജീപ്പുകളൊക്കെ തന്നെയും ആ ഭാഗത്തേക്കുള്ള ചൂരൽമല ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. അത്തരത്തിലുള്ള അതായത് ഈ പാലത്തിൻ്റെ കുറച്ചപ്പുറം 1 കിലോമീറ്റർ അപ്പുറത്തും വരെയാണ് ബസ് സർവീസ് ഉള്ളത്. അവിടെ നിന്ന് ജീപ്പിലാണ് ഈ ചൂരൽമല ഭാഗത്തേക്കുള്ള ആളുകളെ അപ്പുറത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ JCBയും അതുപോലെ ഹിറ്റാച്ചികളും ലോറിയും ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം നടത്തുന്നത്. അതിനെ ആ സീൽ ചെയ്തിരിക്കുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആ നടുഭാഗത്ത് നിന്നുള്ള മണ്ണും ആ സിമൻ്റ് അടക്കമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവിടെ ഒരു ചാല് നിർമ്മിച്ചതായി കാണാം. കാരണം മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഈ ചാലിലൂടെയാണ് ഈ പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ആ പൊട്ടാത്ത ഭാഗത്തിൻ്റെ ആ സിമൻ്റ് ഭാഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ തകർന്ന ബസ്സും നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ JCB ഉപയോഗിച്ചുള്ള ഒരു മണ്ണ് മാറ്റമാണ് നടക്കുന്നത്. ഈ റോഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചൂരൽമല അതുപോലെ മേപ്പാടി മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. ഈ റോഡിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ഇവിടെ ഇപ്പോൾ ഗതാഗതം തടസ്സം വന്നിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ ആ ബസ് നമുക്ക് കാണാം. ഈ ബസ് ഇവിടുത്തെ ജോലിക്കാരെ, അതായത് ഈ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലിക്കാരെ ഇവിടേക്ക് എത്തിക്കുന്നതും അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനുമായി ഏർപ്പെടുത്തിയ ബസ്സാണ്. ഈ ബസ്സാണ് അന്ന് ആ തോട്ടിൽ വീണ് തകർന്ന ഒരു ബസ്. ആ ബസ്സാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വണ്ടികളും കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ട്രക്കിങ്ങിനും മറ്റും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന വണ്ടികളാണ്. ഒരു ജീപ്പാണ് നമുക്കിവിടെ കാണുന്നത്. ആ കാണുന്ന കാറ് ഉൾപ്പെടെ തകർന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കണ്ടെയ്നർ ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ കണ്ടെയ്നറിലാണ് ഇവിടുത്തെ ഈ ജോലി ചെയ്യുന്നവർ ഇവിടെയാണ് അന്തിയുറങ്ങുന്നതും മറ്റും അവരുടെ ഒരു താമസ സ്ഥലം എന്ന് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ കണ്ടെയ്നറിലാണ് അവർ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിന് അപ്പുറത്താണ് ആ മീനാക്ഷി പാലത്തിൻ്റെ ആ ഒരു കൈവഴിയിലൂടെ ഒഴുകുന്ന ഒരു തോട്. ആ തോട്ടിലേക്കാണ് ഈ മണ്ണ് ഉൾപ്പെടെയുള്ള വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ബസ്സും ഈ മണ്ണിനൊപ്പം തന്നെ ഈ തോട്ടിലേക്കാണ് മറിഞ്ഞു വീണത്. ഇപ്പോഴും ഇവിടെ വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ കാറ്, അതുപോലെ ഈ കാറ് നിരവധി ഈ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറായിരുന്നു. അതാണിപ്പോൾ പൂർണ്ണമായും തകർന്നൊരു അവസ്ഥയിലാണുള്ളത്. ഇത് ആരുടെ കാറാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഏതായാലും ഈ കണ്ടെയ്നർ ഇത്
ഇവർ താമസിക്കാനും മറ്റിവരുടെ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ഒരു വീട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടെയ്നറാണ്. നമുക്ക് ആ ഭീകര ദൃശ്യം കാണാം, ആ വീട് കാണാം. അതുപോലെ ആ വീടുമൊക്കെ തകർന്നാണ്, ഇപ്പോൾ വാസയോഗ്യമല്ലാതിരുന്ന ആ വീടൊക്കെ തകർന്ന് കിടക്കുന്ന ഒരു ദൃശ്യം കാണാം. വലിയ പാറക്കെട്ട് ഉൾപ്പെടെയാണ് താഴേക്ക് വന്നിരിക്കുന്നത് എന്നാണ്. ഈ കാണുന്ന പാറക്കെട്ടൊക്കെ തന്നെയും അവിടെ ആ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചതാണ്. അതിപ്പോൾ JCB ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ താഴേക്കുള്ള മണ്ണ് നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വലിയൊരു ദുരന്തമാണ് വയനാട്ടിനെ നടുക്കിക്കൊണ്ട്. അതായത് നമുക്കറിയാം, ഇവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയ കിലോമീറ്റർ മാത്രമാണ് വൻ ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സ്ഥലത്തേക്കുള്ളത്. അതിന് തൊട്ട് ഇപ്പുറത്താണ് ഇത്തരത്തിൽ ഈ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണും സിമെൻറ്റും ഉൾപ്പെടെ ഈ താഴേക്ക് പതിച്ചിരിക്കുന്നത്. വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് JCB ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഈ മണ്ണ് നീക്കം പൂർത്തിയായാൽ തന്നെ ഇവിടെ ഈ ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതമൊക്കെ അധികൃതർ തുറന്നു നൽകും. ഇപ്പോൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും മറ്റുമായി സ്കൂൾ ബസ്സും അതുപോലെ താൽക്കാലിക ബസ്സും മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ സാധാരണ ബസ്സുകൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി അവിടെ നിർത്തിയ ശേഷം അവിടുന്ന് ജീപ്പിലാണ് ആളുകളെ ഈ ചൂരൽമലയിലേക്ക് എത്തിക്കുന്നത്. കാരണം വലിയ വഴുക്കുണ്ട്, ബസ്സിന് മറ്റ് വാഹനങ്ങൾക്കൊന്നും അധികം പോകാൻ സാധിക്കാത്തത്രയും വലിയ വഴുക്കാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റി ഈ ചളിയൊക്കെ മാറ്റിയതിന് ശേഷമായിരിക്കും കൂടുതൽ വണ്ടികളെ കടത്തിവിടുക.